ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 5 വഴിവിളക്ക്, ഗാന്ധിജിയുടെ സന്ദേശം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഗാന്ധിജി ആരാണെന്നറിയാമോ? നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു ഗാന്ധിജി. ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ ഗാന്ധിജി ഒരു ആശ്രമ വിദ്യാലയത്തിലെത്തി. സമയം പ്രഭാതം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പഠനം തുടങ്ങേണ്ട സമയമായി. കുട്ടികൾ ഓരോരുത്തരായി വന്നു തുടങ്ങുന്നതേയുള്ളൂ. ഗാന്ധിജി ഓരോ കുട്ടിയെയും സൂക്ഷ്മമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അവർക്കു കാര്യം മനസ്സിലായി. നേരം വൈകിയത് ശരിയായോ എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. ബാപ്പുജി, അങ്ങ് ക്ഷമിക്കണം. മഴ ശല്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ വൈകിയത്. എന്താണ് കുട്ടികൾ പറഞ്ഞത്? മഴ ശല്യം ചെയ്തതുകൊണ്ടാണ് വൈകിയത്. സ്കൂളിലേക്ക് വൈകി വരാൻ പാടുണ്ടോ? പഠനം തുടങ്ങുന്നതിന് മുമ്പ് സമയത്തിന് വിദ്യാലയത്തിലെത്തിയിരിക്കണം. അപ്പോൾ ബാപ്പുജി അവരെ നോക്കി വൈകി വന്നതുകൊണ്ട് നേരം വൈകിയത് ശരിയായോ എന്ന അർത്ഥത്തിലാണ് നോക്കിയത്. ഗാന്ധിജിക്ക് ചിരി വന്നു. മഴ എങ്ങനെയാണ് കുട്ടികളെ ശല്യമാവുക? അത് അതിൻ്റെ ജോലി ചെയ്യുകയല്ലേ. എന്നാൽ നമ്മളോ മഴയെ കുറ്റപ്പെടുത്തുന്നു, നേരം വൈകുന്നു, ജോലി മറക്കുന്നു. അതല്ലേ സത്യം? എന്താണ് ഗാന്ധിജി കുട്ടികളോട് പറഞ്ഞത്? മഴ ശല്യം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ വൈകിയതെന്ന് കുട്ടികൾ പറഞ്ഞപ്പോൾ മഴ എങ്ങനെയാണ് കുട്ടികളെ ശല്യമാവുക എന്ന് ഗാന്ധിജി ചോദിച്ചു. മഴ അതിൻ്റെ ജോലി ചെയ്യുകയല്ലേ. എന്നാൽ നമ്മളോ മഴയെ കുറ്റപ്പെടുത്തുന്നു. മഴയെ കുറ്റപ്പെടുത്തുകയും നേരം വൈകുകയും നമ്മുടെ ജോലി മറക്കുകയും ചെയ്യുന്നു. അതല്ലേ സത്യമെന്ന് ഗാന്ധിജി കുട്ടികളോടായി ചോദിച്ചു. ഒരു വലിയ ചിന്ത കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി. അവർ പരസ്പരം നോക്കി തലയാട്ടി. ഇനി വൈകി വരില്ല ബാപ്പുജി. എല്ലാവരും ചേർന്നായിരുന്നു അങ്ങനെ പറഞ്ഞത്. ഗാന്ധിജി അവരോടുള്ള സ്നേഹഭാഷണം തുടർന്നു. ഗാന്ധിജി വീണ്ടും കുട്ടികളോട് സ്നേഹത്തോടെ ഓരോ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. നിങ്ങളെല്ലാവരും ഖാദി തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്? ഗാന്ധിജി ചോദിച്ചു. അതെ ബാപ്പുജി, അവർ ഒന്നിച്ചു തലയാട്ടി. നിങ്ങളെല്ലാവരും ഖാദി വസ്ത്രമല്ലേ ധരിച്ചിരിക്കുന്നത്? കുട്ടികളെല്ലാവരും സ്വദേശി വസ്ത്രം തന്നെയാണ് ധരിച്ചിരുന്നത്. ഗാന്ധിജിക്ക് സന്തോഷമായി. സ്വദേശി വസ്ത്രം എന്നാൽ എന്താ? നമ്മുടെ ദേശത്തു തന്നെ നിർമ്മിക്കുന്നത് ഖാദി വസ്ത്രം. ഇനി ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം, എന്നിട്ടേ ഉത്തരം പറയാവൂ. നിങ്ങളിൽ എത്ര പേർ എപ്പോഴും നേര് പറയുന്നുണ്ട്? ഗാന്ധിജി ചോദിച്ചു. എന്താ ചോദിച്ചത് കുട്ടികളോടായി? നിങ്ങളിൽ എത്ര പേർ എപ്പോഴും സത്യം പറയുന്നുണ്ട്? കുറച്ചു കുട്ടികൾ കൈപൊക്കി. എന്നാൽ വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അത് എത്ര പേർ കാണും? വീണ്ടും എന്താണ് ഗാന്ധിജി ചോദിച്ചത്? വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അത് എത്ര പേരുണ്ടാവും? 2 കുട്ടികൾ പെട്ടെന്ന് തന്നെ കൈപൊക്കി. ഗാന്ധിജി സൗമ്യമായി ചിരിച്ചു. പിന്നെ 3, 4 കൈകൾ അങ്ങനെ പൊങ്ങാൻ തുടങ്ങി. ആശ്രമത്തിലെ അധ്യാപകർക്ക്
ആശങ്കയായി. ഗാന്ധിജിക്ക് എന്തു തോന്നും? കള്ളം പറയുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ച് അദ്ദേഹം എന്താവും വിചാരിക്കുക? അപ്പോഴേക്കും മുഴുവൻ കുട്ടികളും കൈ ഉയർത്തിക്കഴിഞ്ഞിരുന്നു. മിടുക്കർ! ഗാന്ധിജി അവരെ അഭിനന്ദിച്ചു. അധ്യാപകർക്ക് സന്ദേഹമായി. എന്താണുണ്ടായത്? വല്ലപ്പോഴും കള്ളം പറയുന്നവർ ആരൊക്കെയെന്ന് ഗാന്ധിജി ചോദിച്ചപ്പോൾ കുട്ടികൾ ഓരോരുത്തരായി കൈപൊക്കി. അവസാനമായപ്പോഴേക്കും മുഴുവൻ കുട്ടികളും കൈ ഉയർത്തി. ഗാന്ധിജി അവരെ മിടുക്കർ എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു. അധ്യാപകർക്ക് സംശയമായി. അധ്യാപകരുടെ മുഖഭാവം ഗാന്ധിജി ശ്രദ്ധിച്ചു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? വല്ലപ്പോഴും കള്ളം പറയുന്നു എന്ന് കുട്ടികൾ സമ്മതിക്കുന്നു. അത് വലിയൊരു സത്യസന്ധതയല്ലേ? കുട്ടികൾ സത്യമാണ് പറഞ്ഞത്. അവർ വല്ലപ്പോഴും കള്ളം പറയുന്നു എന്ന് സമ്മതിച്ചിരിക്കുന്നു. അത് വലിയൊരു സത്യസന്ധതയല്ലേ എന്ന് ഗാന്ധിജി ചോദിച്ചു. കുട്ടികളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ഗാന്ധിജി പറഞ്ഞു, ഒരിക്കലും കള്ളം പറയരുത്. എന്താണ് ഗാന്ധിജി പറഞ്ഞത്? ഒരിക്കലും കള്ളം പറയരുത്. കുട്ടികൾ സമ്മതപൂർവം തലയാട്ടി. നിങ്ങൾ നന്നായി വരും. ഗാന്ധിജി കുട്ടികളെ ആശീർവദിച്ചു. നാളത്തെ വലിയ മനുഷ്യരാണ് ഈ കുട്ടികൾ. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം യാത്രയായി. എന്താണ് ഗാന്ധിജി കുട്ടികളോട് പറഞ്ഞത്? ഒരിക്കലും കള്ളം പറയരുത്. പിന്നെയോ കുട്ടികളെ അനുഗ്രഹിച്ചു. നിങ്ങൾ നന്നായി വരുമെന്ന് പറഞ്ഞ് കുട്ടികളെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം യാത്രയായി. വായിക്കാം, കണ്ടെത്താം. മഴയെ കുറ്റപ്പെടുത്തിയ കുട്ടികളോട് ഗാന്ധിജി എന്താണ് പറഞ്ഞത്? എന്താ കൂട്ടുകാരെ പറഞ്ഞത്? മഴ എങ്ങനെയാണ് കുട്ടികൾക്ക് ശല്യമാവുക എന്ന് അദ്ദേഹം ചോദിച്ചു അല്ലേ? മഴ അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നു. എന്നാൽ ജോലി കൃത്യമായി ചെയ്യുന്ന മഴയെ നാം കുറ്റപ്പെടുത്തുന്നു. നമ്മൾ നേരം വൈകുന്നു, ജോലി മറക്കുകയും ചെയ്യുന്നു. കൃത്യനിഷ്ഠതയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഗാന്ധിജി ഇവിടെ കുട്ടികളോട് പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മഴ ശല്യമാവുന്നത് എങ്ങനെയാണ്? മഴ മഴയുടെ ജോലിയാണ് ചെയ്യുന്നത്. നമ്മൾ മഴയെ കുറ്റപ്പെടുത്തി നേരം വൈകിക്കുകയും ചെയ്യേണ്ട ജോലി മറക്കുകയുമാണ്. ആശ്രമ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് ആശങ്ക തോന്നിയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അധ്യാപകർക്ക് തെല്ലു ഭയം തോന്നിയത്? കള്ളം പറയുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ചും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെക്കുറിച്ചും ഗാന്ധിജിക്ക് എന്തു തോന്നും, ഗാന്ധിജി എന്ത് വിചാരിക്കും എന്നതുകൊണ്ടാണ് അധ്യാപകർക്ക് ആശങ്ക തോന്നിയത്. ഗാന്ധിജി കുട്ടികളെ അഭിനന്ദിച്ചത് എന്തിനായിരുന്നു? വല്ലപ്പോഴും കള്ളം പറയുന്നു എന്ന് കുട്ടികൾ സമ്മതിച്ചതിലെ സത്യസന്ധത കണ്ടിട്ടാണ് ഗാന്ധിജി കുട്ടികളെ അഭിനന്ദിച്ചത്. ഗാന്ധിജി നൽകിയ വിലപ്പെട്ട ഉപദേശം എന്താണ്? എന്താണ് കൂട്ടുകാരെ ഗാന്ധിജി നൽകിയ വിലപ്പെട്ട ഉപദേശം? ഒരിക്കലും കള്ളം പറയരുത്. ഈ പാഠത്തിൽ നിന്നും കൂട്ടുകാർ മനസ്സിലാക്കിയ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൃത്യനിഷ്ഠ പാലിക്കണം. ഒരിക്കലും കള്ളം പറയരുത്. ഈ രണ്ടു കാര്യങ്ങളും നമ്മുടെ ജീവിത വിജയത്തിന് അനിവാര്യമാണ്. ഗാന്ധിജിയെ അറിയാം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഗാന്ധിജി പറഞ്ഞു. സത്യം മാത്രമേ പറയാവൂ എന്ന് ഉപദേശിച്ച ഗാന്ധിജി അത് സ്വന്തം ജീവിതത്തിലും പാലിച്ചിരുന്നു. ഗാന്ധിജിയുടെ ജീവചരിത്രത്തിൽ നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി എൻ്റെ ബാപ്പുജി എന്ന പേരിൽ കുറിപ്പ് തയ്യാറാക്കുക. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി.
മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. കുട്ടികൾ സ്നേഹപൂർവം ബാപ്പുജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. അഹിംസയുടെ ആൾരൂപമാണ് നമ്മുടെ ബാപ്പുജി. എല്ലാം ഉണ്ടായിട്ടും പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പി ഇല്ലാത്തവനായി അദ്ദേഹം ജീവിച്ചു. കൃത്യനിഷ്ഠയും ലളിത ജീവിതവും നയിച്ചു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പ്രചരിപ്പിച്ചു. ജീവിതാവസാനം വരെയും സത്യത്തെ മുറുകെ പിടിച്ചു ജീവിച്ചു. മാതൃകയിലുള്ളതുപോലെ എഴുതുക. അവൻ നോക്കി. അവൻ്റെ നോട്ടം കണ്ട് എല്ലാവരും അമ്പരന്നു. നോക്കി എന്നത് നോട്ടം എന്നെഴുതിയിരിക്കുന്നു. അവൻ നോക്കി, അവൻ്റെ നോട്ടം. അവൾ പാടി. അവളുടെ പാട്ട് കേട്ട് മറ്റുള്ളവർ കൈയടിച്ചു. രവി നടന്നു. അവൻ്റെ നടത്തം വേഗത്തിലായിരുന്നു. നോക്കി, നോട്ടം. പാടി, പാട്ട്. നടന്നു, നടത്തം. പകരം പദം. അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾക്ക് പകരമായി ഏതു പദം ചേർക്കാം? നോക്കൂ, കുറച്ച് വാക്കുകൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. നുണ, വിചാരം, സംസാരം, സന്തോഷം. ആദ്യത്തെ വാക്യം നോക്കൂ. ഒരു വലിയ ചിന്ത കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി. ഒരു വലിയ ചിന്ത. ചിന്ത എന്ന വാക്കിന് അടിവരയിട്ടിരിക്കുന്നു. ചിന്ത എന്ന വാക്കിനു പകരമായി ഏതു പദം ചേർക്കാം? നുണ, വിചാരം, സംസാരം, സന്തോഷം. ഇവയിൽ ഏതാണ് ചേർക്കേണ്ടത്? വിചാരം. ഒരു വലിയ വിചാരം കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി. അടുത്തത് നോക്കൂ. ഗാന്ധിജി അവരോടുള്ള ഭാഷണം തുടർന്നു. ഭാഷണം എന്ന വാക്കിന് അടിവരയിട്ടിരിക്കുന്നു. അതിനു പകരമായി ഏത് വാക്ക് ചേർക്കാം? നുണ, വിചാരം, സംസാരം, സന്തോഷം. ഇവയിൽ ഏതാണ്? സംസാരം. ഗാന്ധിജി അവരോടുള്ള സംസാരം തുടർന്നു. അടുത്തതോ? വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? കള്ളം എന്ന വാക്കിന് അടിവരയിട്ടിരിക്കുന്നു. കള്ളം എന്നതിന് പകരം പദം ഏതാണ്? നുണ. വല്ലപ്പോഴും നുണ പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? പദങ്ങൾ കണ്ടെത്താം. കുട്ടികൾ സ്നേഹപൂർവം ഗാന്ധിജിയെ തന്നെ നോക്കി നിന്നു. ഇതുപോലെ പൂർവം എന്ന് ചേർന്ന് വരുന്ന എത്ര പദങ്ങൾ കണ്ടെത്താം? ഹൃദയപൂർവം 1 തന്നിരിക്കുന്നു. ഇനി ഏതൊക്കെ പദങ്ങളാണ് പൂർവം ചേർന്ന് വരുന്നത്? ആദരപൂർവം. വേറെ ഏതാണ്? കൂട്ടുകാർ കണ്ടെത്തി എഴുതുക. കുറിപ്പ് തയ്യാറാക്കാം. ഏതൊക്കെ മഹത് വ്യക്തികളെ കുറിച്ച് നിങ്ങൾക്കറിയാം? ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി
ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.